എല്ലാവർക്കും ഹാറ്റ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഐറ്റം പാലക് പക്കോടയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവും നല്ല ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കെട്ട് പാലക്, ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചത്. ഇതൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുഴക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എല്ലാം അങ്ങോട്ട് മാറ്റാം. പാലക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തണ്ട് എടുക്കാൻ പാടില്ല. നമുക്കതിൻ്റെ ഇല മാത്രമേ ആവശ്യമുള്ളൂ. ഇല മാത്രമാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ചിട്ട് അളവൊന്നും നോക്കുന്നില്ല, എന്നാലും ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. പിന്നെ നിങ്ങൾ കുഴക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്ര വേണമെന്നൊക്കെ. പിന്നെ ഇതിലേക്ക് ഇടേണ്ടതാണ് ഒരു ടേബിൾ സ്പൂണല്ല 1 ടീസ്പൂണ് ജീരകം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. വെള്ളം ഇതിൽ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കുന്നപ്പോൾ തന്നെ ഉരുളക്കിഴങ്ങുന്ന വെള്ളം റിലീസ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴക്കും. ഇതൊരു ജസ്റ്റ് ഫസ്റ്റ് ഒരു കുഴക്കാനുള്ള ഒരു ഇതിൽ മാത്രമാണ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വെള്ളം ആവശ്യമില്ല. കാരണം വെച്ചാൽ ഉരുളക്കിഴങ്ങുന്ന വെള്ളം വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം നല്ലോണം ഇട്ട് അമർത്തി കുഴക്കുക. കാരണം ഈ ഉരുളക്കിഴങ്ങിലൊക്കെ നല്ലോണം അങ്ങ് മസാല അങ്ങ് പിടിച്ചോട്ടെ. അപ്പം നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലൊക്കെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിതിലേക്ക് ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല. അത്യാവശ്യം കുറച്ച് മാത്രമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. കാരണം എണ്ണ രണ്ടാമത് പിന്നെ യൂസ് ചെയ്യാൻ അത്ര അങ്ങോട്ട് താല്പര്യമില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത്. കുറച്ചായിട്ടേ പൊരിച്ചെടുക്കുന്നുള്ളൂ. ഒരു 4-5 എണ്ണമൊക്കെ വീതം ഇട്ടിട്ട് മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ. അതിന് വേണ്ട പിന്നെ ഇത് അധികം കട്ടി ഉണ്ടാവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയതായിട്ട് ഇട്ടുകൊടുത്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പക്കോട എല്ലാം ഇത് അധികം കട്ടിയിൽ ആവുന്ന സമയത്ത് ഉള്ളിലൊന്നും അധികം വെന്ത് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പൊരിയുന്നതിന് മുമ്പ് തന്നെ നല്ലോണം കുറച്ച് ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഉള്ളിൽ കൂടി നല്ലോണം വേവുള്ളൂ. എനിക്കിപ്പം അത് മറിച്ചിടുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അടിയിൽ പിടിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അത്യാവശ്യം വലുപ്പമുള്ള പാനാണുള്ളത്, നോൺ സ്റ്റിക്ക് പാനാണുള്ളത്. അതുകൊണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയിലല്ലേ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ആവശ്യമുണ്ട്. അത് പിന്നെയും യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എടുക്കുമ്പോൾ ഒക്കെ ഇത് കാണുമ്പോൾ ഒക്കെ കുറച്ച് കരിഞ്ഞ പോലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ഇത് വീഡിയോയുടെ കുഴപ്പം, ക്ലാരിറ്റിയുടെ കുഴപ്പമാണ്. എന്നാലും ഇത് നല്ല രീതിയിലാണ് നമുക്ക് പൊരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂട്ടുകൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഒന്നെടുത്തിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഇഷ്ടമാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കിൻ്റെ ടേസ്റ്റും ഈ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണും ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ.